നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി യുഎസ് വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്ന് വരുന്നത്. യുഎസ് വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള വലിയ താമസം കാരണം പലരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണിത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ യുഎസ് കോൺസുലേറ്റ് ഇതിനൊരു വലിയ പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കൊൽക്കത്തയിലെ യുഎസ് കോൺസുലേറ്റ് ജനറൽ ഒരു പുതിയ B1 B2 വിസിറ്റർ വിസ പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു. വിസ ലഭിക്കാനുള്ള കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കാനും അർഹരായ ആളുകൾക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ അപ്പോയിന്റ്മെന്റുകൾ നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ പുതിയ പദ്ധതിയിലൂടെ മുൻഗണന ലഭിക്കുക? എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ? നിങ്ങളുടെ വിസ കാത്തിരിപ്പ് സമയം ഇത് എങ്ങനെ കുറയ്ക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് കൊൽക്കത്തയിലെ യുഎസ് കോൺസുലേറ്റ് ജനറൽ ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടിയന്തര നീക്കം. യുഎസ് ആൻഡ് കൊൽക്കത്ത എന്ന ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് അവർ ഈ പൈലറ്റ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് ഇൻ പ്രയോറിറ്റി എന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിനനുസരിച്ചാണ് ഈ പുതിയ വിസ പരിഷ്കാരം. യുഎസിന്റെ സാമ്പത്തിക മുൻഗണനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യഥാർത്ഥ ബിസിനസ് യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും മുൻഗണനാ ക്രമത്തിൽ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവഴി യുഎസ് ഇന്ത്യ ബന്ധം ശക്തമാക്കുന്ന ആളുകൾക്ക് വിസയ്ക്കായുള്ള കാത്തിരിപ്പ് സമയം വലിയ രീതിയിൽ കുറയ്ക്കുമെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ യുഎസ് വിസയ്ക്കുള്ള കാത്തിരിപ്പ് സമയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ അടുത്ത വിസ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള ഏകദേശം കാത്തിരിപ്പ് സമയം 8 മാസമാണ്. ഫീസ് അടച്ചതിനു ശേഷമുള്ള ശരാശരി കാത്തിരിപ്പ് സമയം 5.5 മാസമാണ്. ഇനി മുംബൈയുടെ കാര്യം നോക്കിയാൽ ഇത് യഥാക്രമം 7.5 മാസവും 4.5 മാസവുമാണ്. എന്നാൽ കൊൽക്കത്തയിൽ അടുത്ത ലഭ്യമായ അപ്പോയിന്റ്മെന്റിനായി 7 മാസവും ശരാശരി കാത്തിരിപ്പ് സമയമായി 7.5 മാസവും എടുക്കുന്നുണ്ട്. ചെന്നൈയിൽ ശരാശരി കാത്തിരിപ്പ് സമയം 5.5 മാസമാണ്. ഈ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാനാണ് കൊൽക്കത്ത കോൺസുലേറ്റ് ഇപ്പോൾ പുതിയ മുൻഗണനാ സംവിധാനവുമായി വന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ പുതിയ പൈലറ്റ് പ്രോഗ്രാം വഴി മുൻഗണന ലഭിക്കുക എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 തരം അപേക്ഷകരെയാണ് പരിഗണിക്കുന്നത്. ആദ്യത്തേത് യഥാർത്ഥ ബിസിനസ് യാത്രക്കാരാണ്. സംരംഭകർ, നിക്ഷേപകർ, വ്യാപാര പ്രതിനിധികൾ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യയും യുഎസും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നതിനാലാണ് ഈ പുതിയ തീരുമാനം. ബിസിനസ് യാത്രകൾ മാത്രമല്ല, കുടുംബ മൂല്യങ്ങൾക്കും ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യുഎസിൽ നിയമപരമായി താമസിക്കുന്ന മക്കളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലുള്ള 50 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള മാതാപിതാക്കൾക്ക് കൊൽക്കത്ത യുഎസ് കോൺസുലേറ്റിൽ ഫാസ്റ്റ് ട്രാക്ക് അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ അനുവദിക്കും. അടുത്ത കൂട്ടർ മുൻപ് അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുള്ള, വ്യക്തമായ യാത്രാ ചരിത്രമുള്ള, ശക്തമായ വ്യക്തിഗത ബന്ധങ്ങളും കൃത്യമായ യാത്രാ ലക്ഷ്യങ്ങളുമുള്ള അപേക്ഷകർക്കും ഈ പുതിയ ടൂൾ വഴി മുൻഗണന ലഭിക്കും. കൃത്യമായ ലക്ഷ്യങ്ങളും രേഖകളും യോഗ്യരായ യാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ ഈ പൈലറ്റ് പ്രോഗ്രാം സഹായിക്കും. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹം മെയ് 23 മുതൽ 26 വരെ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നീ നഗരങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി യുഎസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരോ അല്ലെങ്കിൽ യുഎസിലുള്ള നിങ്ങളുടെ മക്കളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായ മാതാപിതാക്കളോ ആണെങ്കിൽ കൊൽക്കത്ത യുഎസ് കോൺസുലേറ്റിന്റെ ഈ പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക യുഎസ് കോൺസുലേറ്റ് പോർട്ടൽ വഴി നിങ്ങളുടെ യോഗ്യത കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വിസ നയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ളവയാണ്.